ഹായ് ഇന്ന് നമ്മൾ പ്ലൈവുഡിൻ്റെ കട്ട് പീസുകൾ, അതായത് ഫർണിച്ചർ ഷോപ്പിൽ നിന്നൊക്കെ അവർ ഒഴിവാക്കുന്ന കട്ട് പീസുകൾ, അതായത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്ന കട്ട് പീസുകൾ, അതായത് വേസ്റ്റ് പീസുകൾ, ചെറിയ പീസുകൾ, പല അളവിലുള്ള പീസുകളാണ്. ഒരേ അളവുള്ള പീസുകളൊന്നും വേണ്ട, പല അളവിലുള്ള ചെറിയ അളവുകളുള്ള 40-60 സെൻറ്റിമീറ്ററൊക്കെ നീളത്തിലുള്ള പീസുകളാണ്. അതേപോലെ തന്നെ വീതിയും വളരെ കുറവാണ്, ഒരു 8 സെൻറ്റിമീറ്റർ വീതി വരെ നമുക്ക് കിട്ടിയാൽ മതി. അതേപോലെയുള്ള കട്ട് പീസ് പ്ലൈവുഡുകൾ വെച്ചിട്ട്, ഇനി പ്ലൈവുഡിന് പകരം നമുക്ക് മരക്കഷ്ണമായാലും ഇതേപോലെയുള്ള മരക്കഷ്ണമായാലും പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ പ്ലൈവുഡ് പീസുകൾ, നമ്മൾ എടുത്ത പ്ലൈവുഡ് പീസുകൾ പരിചയപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമുക്ക് പറയാം. അപ്പോൾ 60 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ 3 പീസുകൾ എടുത്തിട്ടുണ്ട്. 60 സെൻറ്റിമീറ്റർ നീളത്തിലാണ് 3 പീസുകൾ എടുത്തത്. ഇത് 8 സെൻറ്റിമീറ്റർ വീതിയാണ്. പിന്നെ ഇത് 8 സെൻറ്റിമീറ്റർ, ഇനി 10 സെൻറ്റിമീറ്റർ ആയാലും പ്രശ്നമില്ല, ഇത് ഏത് ഇതിലും എടുക്കാം നമുക്ക്. ഇത് നമ്മൾ 10 സെൻറ്റിമീറ്റർ വീതി ഉണ്ട് നമ്മൾ എടുത്തതിന്. പിന്നെ നമ്മൾ 60 സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെ പിന്നെ നമ്മൾ വീതി എടുത്തത് ഇത് 16 സെൻറ്റിമീറ്റർ വീതി ഉണ്ട്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ട് നമുക്കിത് വീതി എടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നമുക്കിത് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിലാണുള്ളത്. അത് നമ്മൾ പിന്നെ ഇതേപോലെയുള്ളൊരു പ്ലൈവുഡ് പീസ് തന്നെയാണ്, അതുകൊണ്ടാണ് അത് കറക്റ്റ് നേരാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതേപോലെ ഒരു 16-15 സെൻറ്റിമീറ്റർ വീതി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്നത് 40 സെൻറ്റിമീറ്റർ അളവിലാണ്, അത് ഒരു പീസ്, 40 സെൻറ്റിമീറ്ററിൽ ഒരു പീസ്. പിന്നെ നമ്മൾ 80 സെൻറ്റിമീറ്റർ നീളത്തിലാണ്, ഇതൊക്കെ 8 സെൻറ്റിമീറ്റർ തന്നെയാണ് വീതി. 80 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് 70 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 60 സെൻറ്റിമീറ്ററിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 1, 2, 3, 4, 5, 6, 7 പീസ് ഇതാണ് പിന്നെ പ്ലൈവുഡ് പീസുകളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വർക്കുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 16 സെൻറ്റിമീറ്റർ വീതിയുള്ള നമ്മുടെ 60 സെൻറ്റിമീറ്റർ നീളവും വരുന്ന പീസ്, അതേപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ നീളവും വരുന്ന പീസ്, ഈ 2 പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളത് ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഇത് നമ്മുടെ 60 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണത്. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യും. ഇത് കറക്റ്റ് ഇതിന് അളവൊന്നുമില്ല, നമുക്കിത് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇതേപോലെ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ 3 പീസിന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസ് നമുക്ക് അതായത് 2 സൈഡും നമുക്ക് കട്ട് ചെയ്യണം. ഇതേപോലെ നമുക്ക് രണ്ട് സൈഡ് ഭാഗവും നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ 2 പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. 2 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ബാക്കി 3 പീസ് നമ്മൾ ഇതേപോലെ ഒരു സൈഡ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ 5 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത്, അതായത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഇതേപോലെ ഈ ഭാഗത്ത് നമുക്കൊരു ഹോള്, ഒരു വലിയ ഹോള് എല്ലാ പീസും നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ ഈ തരം ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ 5 പീസിൽ നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. ഇനി ഈ ഹോളിൻ്റെ ഉൾഭാഗം നമുക്ക് ഇതേപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ 5 പീസുകൾ നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴോട്ടൊക്കെ എന്ന രീതിയിലാണ് നമ്മൾ വെച്ചത്. അതിനുശേഷം നമ്മുടെ 60 സെൻറ്റിമീറ്റർ നീളമുള്ള നമ്മുടെ 10 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ എടുത്ത പീസ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഗം അപ്ലൈ ചെയ്ത്, അതായത് ഫെവിക്കോൾ ഗമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ മുള്ളാണി 1 ഇഞ്ചിൻ്റെ നെയ്സ് ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2 സൈഡിലെ പീസുകളിലാണ് ആണി കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നടുഭാഗത്തുള്ള 3 പീസുകൾ നമ്മൾ ഒരേ ഗ്യാപ്പ് അളവ് വെച്ചതിന് ശേഷമാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ 5 പീസിൻ്റെ മുകളിൽ ആ 1 പീസ് വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ അവസാനത്തെ പീസ് അതായത് 16 സെൻറ്റിമീറ്റർ വീതി വരുന്ന പീസ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മുള്ളാണി ഉപയോഗിച്ചിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മൾ ഗമ്മു അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ പീസുകളുമായിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്തെടുത്തത്. ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് മുള്ളാണി കൊടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്തത് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് നമ്മൾ ക്രോസുകളെ കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ റീപ്പർ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കൊടുത്തിട്ട് അത് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫെവിക്കോൾ തേച്ചിട്ട് അത് നമ്മൾ ഈ പീസുകളൊക്കെ നമ്മൾ ഇതിൽ ഒട്ടിക്കുന്നുണ്ട് മുകൾ ഭാഗത്ത്. ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ അത് മുകൾ ഭാഗത്തെ പീസുകളൊക്കെ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി. ഇനി അത് ഉണങ്ങിയിട്ട് അത് സെറ്റായതിനു ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ സൈഡിൽ നമ്മൾ ഒട്ടിച്ച റീപ്പറുകളൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വാൾപുട്ടിയാണ്. വാൾപുട്ടി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 200-300 ഗ്രാമാണ് നമ്മൾ എടുത്തത്. അത് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം. അത് കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇതേപോലെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുഴച്ചെടുത്ത നമ്മുടെ ഉരുളയിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തതിന് ശേഷം നമുക്കിത്, അതായത് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കത് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ റോളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ PVC പൈപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യം നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ പരത്തിയെടുത്ത നമ്മുടെ പുട്ടി നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു നെറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ അതൊന്ന് അമർത്തി എടുക്കുന്നുണ്ട്. ആ ഡിസൈൻ, ആ നെറ്റിൻ്റെ ഡിസൈൻ നമ്മുടെ പുട്ടിയിൽ വരും. പിന്നെ നമുക്കിതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ, പുറത്തേക്കുള്ള ഭാഗം അതേപോലെ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇത് റൗണ്ട് കട്ട് ചെയ്യുക, ഏത് രീതിയിലും ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ക്രോസ് ആയിട്ടൊക്കെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ എല്ലാ ഷീറ്റിലും, അതായത് എല്ലാ പീസിൻ്റെ മുകളിലും നമ്മൾ ഇതേപോലെ 1, 2, 3 ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു ഇതേപോലെ നെറ്റ് വെച്ച് അമർത്തിയതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളത് ഇതേപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് ഇതേപോലെ ഡിസൈനുകൾ ഇതിൽ വരുത്താം. അപ്പോൾ അത് ഒരു ഭാഗത്ത് എല്ലാ പീസിലും നമ്മൾ ഡിസൈൻ വരുത്തിയതാണ്, ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ പീസിലും നമുക്ക്
ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഡിസൈൻ കൊടുക്കുന്നത്, അത് നമ്മൾക്ക് അങ്ങനെ കൊടുക്കുക. അതായത് ഇതേപോലെ നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തട്ടിൻ്റെ സൈഡ് ഭാഗവും ഇതേപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പുട്ടി ചുരുട്ടി ഇതേപോലെ വെച്ച് അതൊന്ന് മിനുക്കിയതിന് ശേഷം 2 സൈഡും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കത്തി കൊണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വടു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വാൾപുട്ടി കൊണ്ടുള്ള ഡിസൈനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉണങ്ങിയാൽ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് സ്പ്രേ പെയിൻറ്റ്, അതായത് നമ്മുടെ ഡിസൈൻ ചെയ്ത ഭാഗത്ത് മാത്രം നമ്മൾ ബ്ലാക്ക് മാറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഡിസൈൻ ചെയ്ത ഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് നമ്മൾ റീപ്പർ കൊടുത്ത ഭാഗത്തും നമ്മൾ ഇതേപോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് അതായത് നമ്മുടെ ഡിസൈൻ ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്ലൈവുഡ് പീസിൽ എല്ലാ ഭാഗത്തും ഈ ഡിസൈൻ ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ ചുവന്ന കളർ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഫുള്ളായിട്ട് ചുവന്ന കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ആ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ നമ്മൾ അടിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്ലീക്കിൽ നമ്മൾ 2 തുള്ളി ബ്ലാക്ക് പെയിൻറ്റ് ഉറ്റിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേപോലെ നന്നായിട്ടൊരു മരത്തിൻ്റെ കളർ നമുക്കൊരു പ്ലാവിൻ്റെ ഒക്കെ പഴയ പ്ലാവിൻ്റെ ഒക്കെ കളർ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ഇനി ഇത് ഉണങ്ങിയതിന് ശേഷമാണ്, അപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ ഷെൽഫ് അടിപൊളിയല്ലതാ, അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഹോളിൽ നമ്മൾ ആണി കൊടുത്തതാണ്. അപ്പോൾ അതല്ലാതെ ഇവിടെ നമുക്ക് ഹോള് കൊടുത്തിട്ട് ആണി കൊടുത്തിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്കിനി നമുക്ക് ഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ അതേപോലെ ഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അലങ്കരിക്കാം. ഇതേപോലെ മണി പ്ലാന്റുകളൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ആങ്കർ കൊടുത്തിട്ടുണ്ട്, 5 ആങ്കർ കൊടുത്തിട്ടുണ്ട്. ഈ ആങ്കർ നമുക്ക് സ്റ്റിക്കറാണ്, ഇത് ഒട്ടിച്ചതാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ കൊടുത്താൽ കുറച്ചുകൂടി ബലാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വാൾ ഡെക്കറേഷൻ ഷെൽഫും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.